the still of the night, I think of you. My heart beats with every thought of you. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ. അങ്ങനെ നമ്മൾ കുറേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട്. ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് നമ്മള് നോമ്പിന്റെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും, അഞ്ചാമത്തെ നോമ്പിന് ആ സമയമായപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞതാ ഇതുപോലെ വീഡിയോ ചെയ്യണം Q&A ചെയ്യണം എന്നുള്ളത്. പക്ഷെ സിറ്റുവേഷൻ നമുക്ക് ഇപ്പഴാണ് വന്നത്. എന്തുകൊണ്ട് എന്തൊക്കെയോ തിരക്കിലായിപ്പോയി. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള സിറ്റുവേഷനും ടൈമും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പൊ നമ്മളിന്ന് Q&A ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ടൈം Q&A ചെയ്ത സമയത്ത് കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിരുന്നു. ഇപ്പൊ നമ്മുടെ നോമ്പിന്റെ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ കൂടുതൽ ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി. അപ്പം അവർക്കൊന്നും നമ്മളെ പറ്റി അറിയത്തില്ല, നമ്മൾ ആരാണ്, എന്താണ്, വീട് എവിടെയാണ്. അപ്പം അവരാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പഴയ ആൾക്കാരൊക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, അതങ്ങനെ നിൽക്കാന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ ആൾക്കാരൊന്നും നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയിട്ടില്ല, Q&A ഒന്നും നോക്കിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നല്ല പ്ലാൻ ചെയ്തത്, നോമ്പിന്റെ ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. പ്ലാൻ ചെയ്ത് നമ്മൾ ഇന്നത്തേക്കാക്കി. നോമ്പും കഴിഞ്ഞു, പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഫ്രീ ആയത് ഇപ്പൊ ഈ 2-3 ദിവസം കൊണ്ടാണ് ഇന്ന് ഫ്രീ ആയത്. അപ്പൊ എങ്ങനെയാ അപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. നീ പറ ഫസ്റ്റ്. നാം പടയുള്ള ഭയങ്കര ഷൈ ആട്ടോ. നമ്മള് ഫസ്റ്റ് തന്നെ നമ്മളെ പേര് എല്ലാവർക്കും അറിയാലോ, ഷാന ഷെഫി. ഞാൻ ഷാന, എന്റെ ഒരു ഷെഫീർ എന്നാണ്. ഞാൻ കണ്ണൂരും ഇവൾ എന്താണ് ആലപ്പുഴയാണ്. ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ കണ്ണൂർ ആരുടെ വീടാണ്, ഇത്താന്റെ വീടാണോ ഇക്കാന്റെ വീടാണോ എന്ന് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. കണ്ണൂർ ഷെഫിയുടെ വീടാണ്. എന്റെ വീട് കണ്ണൂര്. എന്റെ വീട് ആലപ്പുഴയാണ്. ആർക്കും വേണ്ടാത്ത നാടാണ് ഉള്ളത്. ആർക്കും വേണ്ടാത്തയാണോ നിങ്ങൾ പറയണം. പിന്നെ അതുപോലെ നമ്മൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എന്തുകൊണ്ടാണ് എറണാകുളത്ത് താമസിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കൊറേ 7-8 വർഷം ഇവിടെ തന്നെയാണ് നമ്മള്. ഞാന് നമ്മളല്ല, ഷെഫീർ ഇവിടെ സെറ്റിൽഡ് ആണ്. സോ എന്റെ ഹസ്ബൻഡ് ഉള്ളിടത്ത് ഞാൻ നിൽക്കുന്നു. പിന്നെ അവന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആണ്. അതാണ് പ്രശ്നം. അവന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നു. അതുകൊണ്ട് അതാണ്, അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നു അങ്ങനെയൊന്നും അല്ല. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫാമിലി സപ്പോർട്ട് അല്ലേ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, നമ്മൾ മാറി നിൽക്കുന്നല്ല, എല്ലാരും വരാറുണ്ട്, പോവാറുണ്ട്, വന്ന് നിൽക്കുന്നുണ്ട്, പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് സംഭവം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുറെ ക്വസ്റ്റ്യൻസ് കമന്റ്സ് തപ്പിപ്പിടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. കുറെ പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് ലവ് സ്റ്റോറി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലവ് സ്റ്റോറി നമ്മള് 2 പാർട്ട് ഇനി അത് പറയാൻ എനിക്ക് വയ്യാൻ മടുത്ത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എപ്പോഴും ഇതല്ലേ. അപ്പം നമ്മുടെ ലവ് സ്റ്റോറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാരും പോയി കാണണം, കണ്ട് അഭിപ്രായങ്ങൾ പറയണം. പിന്നെ നെക്സ്റ്റ് ഒരു ചോദ്യം എന്ന് പറഞ്ഞാലേ ഏജ് ആണ് കേട്ടോ. ഏജ് നമ്മൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മളെ ഏജ് സെയിം ഏജ് ആണ്. 5-6 മാസത്തെ ഡിഫറൻസ് ഉള്ളൂ. ഇപ്പം ഞാൻ ഏപ്രിലും ഒക്ടോബറിലും. ഇവനിപ്പോ 26 ഇന്നലെ ആയി. 2 ദിവസം മുമ്പാണ്. എല്ലാവരും വീഡിയോ കണ്ട് കുറെ ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ട്. എല്ലാവരുടെ താങ്ക് യു പറയാണ്. വീഡിയോ ചെയ്തനുസരിച്ചേ പറയുള്ളൂ. ഓക്കെ, അപ്പം ഏജ് ഡിഫറൻസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ചോദ്യങ്ങൾ വരില്ല എന്ന് പ്രതീക്ഷിക്കാൻ മാത്രം പറ്റും. പിന്നെ ജോബിന്റെ കാര്യം, നിന്റെ ജോബാണ്, എന്റെ ജോബ് എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിന്റെ ജോബ് പറഞ്ഞു. എനിക്ക് ജോബില്ല, ഐ ആം ജോബ്ലെസ്. ഞാൻ ഇന്റീരിയർ ഡിസൈനറാണ്.
അതാണ് ഇപ്പം കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ നമ്മളിങ്ങനെ സിനിമ മേഖലയിലേക്ക് ഇങ്ങനെ വരുന്നു. 2-3 പടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവനിപ്പം ഇവിടെ 3-4 പടങ്ങാനും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. റിലീസായി ഉള്ളൊരു 4-5 പടം. 5ാമത്തെ പടം എന്താ ഷൂട്ട് പകുതി വെച്ച് നിർത്തിയേക്കുവാ. പ്രഗ്നന്റ് ആയത് കാരണം പകുതിക്ക് വെച്ച് നിർത്തിയേക്കുവാ. അപ്പൊ അങ്ങനെയാണ് സംഭവം. പിന്നെന്താ നെക്സ്റ്റ് കറക്റ്റ് പ്ലേസ് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ വീട്ടിലാരൊക്കെ നിന്റെ വീട്ടിലാരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഡാഡി മമ്മ അല്ല മലയാളത്തിൽ പറഞ്ഞു. ഉമ്മ വാപ്പ അനിയൻ ഏട്ടൻ ഞങ്ങൾ ചെറിയ കുടുംബം 4 പേര്. പിന്നെ ഇത്താടെ ഹസ്ബൻഡ്, കുട്ടികള് 3 പിള്ളേര്. പിന്നെ പിള്ളേരെല്ലാം വളർന്നു. പിന്നെ ഇത്ത ഇവിടെ നാട്ടിലില്ല, ഇത്ത ഖത്തറിലാണ്. പിന്നെ ഇക്ക നാട്ടിലില്ല, ഇക്ക ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. പിന്നെ ഒരു ബ്രദർ ഉണ്ട്, ബ്രദർ പഠിക്കുകയാണ്, MBA പഠിക്കുകയാണ്. അപ്പം വാപ്പ ഉമ്മ നാട്ടിൽ കണ്ണൂർ തന്നെയാണ്. ഇതാണ് ഷെഫിയുടെ ഫാമിലി. എൻ്റെ ഫാമിലി എനിക്ക് ബ്രദർ ഉണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്. ഉമ്മയും വാപ്പയും ബ്രദറും ആലപ്പുഴ തന്നെയാണ്. ബ്രദർ BBA കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ എൻ്റെ വാപ്പാട് ഉമ്മയും വീട്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ പ്രഗ്നന്റ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി പ്രഗ്നൻസി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം ചെയ്തു. കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രഗ്നൻസിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻസിയുടെ വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. അതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെയല്ല, എനിക്ക് പണിയുണ്ടാക്കി വെക്കാനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത്രേ പ്രശ്നങ്ങളുള്ളൂ. നമ്മള് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോ എനിക്ക് ആഗ്രഹം, നമ്മൾ അങ്ങനെ കണ്ടന്റ് വൈസ് ആയിട്ട് വീഡിയോ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇടാൻ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്ത് വീഡിയോ ഇട്ടാലും, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോ ഇട്ടാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ എത്ര മന്ത് ആയെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 5 മന്ത് കഴിയാറായി. ഇപ്പോൾ 5 മന്ത് ലാസ്റ്റ് കഴിയാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇടാൻ ആഗ്രഹിക്കാത്തത്. പിന്നെ പേഴ്സണലി മെസ്സേജ് അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പേഴ്സണലി എനിക്ക് ഒരുപാട് പേര് യൂട്യൂബിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സിറ്റുവേഷന്, ഹെൽത്തൊക്കെ ഓക്കെ ആണോ എന്ന്. ഹെൽത്തൊക്കെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലി നമ്മൾ പറഞ്ഞു. ഫാമിലി സപ്പോർട്ടാണോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഫാമിലി നമ്മുടെ കാര്യത്തിൽ സപ്പോർട്ടാണ്. സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഫാമിലി സപ്പോർട്ട് ചെയ്തുള്ള ഒരു മാരേജ് തന്നെ ആയിരുന്നു. പിന്നെ സിബ്ലിങ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമായി എന്ന് ചോദിക്കുന്നുണ്ട്. 8 മന്ത്. സംഭവം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ നോക്കി വെച്ചിട്ടുണ്ടോ? അല്ലാതെ ഇവള് കറക്റ്റ് ആയിട്ട് പറയൂല. അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞായിരുന്നു എത്ര മാസം. പറയുന്നു ഇപ്പൊ കുറച്ചുമ്പോ അങ്ങനെ നോക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഇവൾക്ക് എന്റെ ബർത്ത്ഡേ ഡേറ്റ് പോലും മര്യാദക്ക് അറിയില്ല. ഓക്കെ സോറി ഗൈസ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം പൂർത്തിയായി. നിങ്ങളുടെ കല്യാണം ജൂലൈ 21 കേട്ടോ. ഓക്കെ അങ്ങനെയാണ്. പിന്നെന്താ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ഇവിടെ 24 മണിക്കൂർ ഫുഡ് ഉണ്ടാക്കും. അല്ല വെറുതെ പറയാ. എന്തുവാ ഫുഡ് നീ ഉണ്ടാക്കും, ഞാൻ കഴിക്കും. ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാല് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. രാത്രിയിൽ എനിക്ക് ഉറക്കം കുറവാ. പകല് എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്. പകലേ ഉറങ്ങുള്ളൂ. പിന്നെന്താ, പിന്നെ നമ്മള് ഫുള്ള് ഇങ്ങനെ കറങ്ങാന്ന് വെച്ചാല് ജസ്റ്റ് ഫുൾ ടൈം കറക്കല്ല. നമ്മള്
ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഹണിമൂണ് പോയിട്ടില്ല എന്നുള്ളത്. നമ്മൾ ഹണിമൂണ് പോവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞ് 3-4 മാസം ആദ്യത്തെ 2 മാസം ആദ്യത്തെ 1 മാസം നമ്മൾ കണ്ണൂർ തന്നെയായിരുന്നു. കാരണം കണ്ണൂര് നമുക്ക് എന്താ യാത്രയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ വാടെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. പിന്നെ എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു അത് കുറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനത്തെ എന്ത് കൗണ്ട് കൂടുതലായിരുന്നു, എനിക്ക് ബ്ലഡില് കൗണ്ട് കൂടുതലായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് സിനിമ വന്നു. ഞങ്ങളൊരു സിനിമ കമ്മിറ്റ് ചെയ്തു. അത് ഷൂട്ട് തുടങ്ങി സെപ്റ്റംബറിൽ തുടങ്ങിയല്ലേ? സെപ്റ്റംബറിൽ തുടങ്ങി. അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തീർന്നത്. പ്രഗ്നന്റ് ആയിട്ടും ഞാൻ സത്യം പറഞ്ഞ ആ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രഗ്നന്റ് ആയിട്ടും അവർക്ക് തീർക്കണമല്ലോ, നമുക്ക് അത് തീർക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു മാക്സിമം. കാരണം ആ ഒരു സിനിമ അവിടെ നമ്മൾ കമ്മിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമ്മുടെ ഹണിമൂണും 5 മാസം അങ്ങനെ ആ ഫിലിമിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ പോകാനും പറ്റിയിട്ടില്ല, പിന്നെ എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ടാണ് അത്രയും ടൈം സിനിമ അങ്ങനെ വന്നേ? സാധാരണ സിനിമ നമ്മള് ഒരു 10-30 ദിവസത്തിനുള്ളിൽ തീരുമെന്നാണല്ലോ പറയണത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോങ്ങിന്റെ കുറച്ച് ഇത് എഡിറ്റ് ചെയ്ത് കിട്ടാൻ. അപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മള് പ്ലാൻ ചെയ്തത് നാട്ടിൽ തന്നെ ഒരു ഹണിമൂൺ അല്ല, നമ്മള് പുറത്തെവിടെയെങ്കിലും പോകാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അതിന്റെ ഇടയിലാണ് പിന്നെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായത്. പെട്ടെന്ന് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഷൂട്ട് പെട്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള സിറ്റുവേഷൻ ഇല്ലാതായി പോയത്. എല്ലാം തീർത്തിട്ട് സമാധാനത്തെ ഹണിമൂൺ പോകാനുള്ള പ്ലാനിൽ ഇരുന്നപ്പോഴാണ് പണി പറ്റിച്ചത്. അങ്ങനെ പ്രഗ്നന്റ് ആയി. അതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ ആ കാര്യമേ ചിന്തിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്താ? ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അതിന് മാത്രമുള്ള ഒരു പ്രതീക്ഷയുള്ളത് ബേബി മൂൺ ഞങ്ങള് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒറ്റക്ക് പോകാനുള്ള പ്ലാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നതുണ്ട്. അപ്പം ഒറ്റക്ക് പോകാൻ, അതായത് അവിടെ പോയിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യുക, കാണിച്ചു കൊടുക്കുക, അതാണ് മെയിനായിട്ട് ഞാൻ നോക്കുന്നത്. അല്ല, ഡോക്ടർ പറഞ്ഞു എവിടെ പോകാൻ പാടില്ല, മാക്സിമം കുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് ഇയർലി പ്രഗ്നൻസിയില് നമ്മള് ട്രാവലിങ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണ് ഇനി അങ്ങോട്ട് ഇപ്പം 5 മന്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് യാത്രയൊന്നും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇനിയാണ് ബേബി മൂൺ ആഘോഷിക്കേണ്ട ടൈം. അപ്പൊ നമുക്ക് ബേബി മൂൺ പോകുന്നതിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഡോക്ടറുടെ അനുവാദം കൂടെ നമുക്ക് വാങ്ങണം എന്ന് നമ്മള് ഡോക്ടറോട് ഞാൻ കയ്യും കാലം പിടിച്ച് പറയാം. ട്രാവലിംഗ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, അതാണ് വേണ്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഒന്നും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ വേറെ ഒരു വലിയൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ബേബി പ്ലാനിങ് ഒന്നും ഇല്ലാന്നല്ലേ നമ്മൾ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പ്രഗ്നന്റ് ആയത്? മൂവിയൊക്കെ ചെയ്യുന്നതല്ലേ? അപ്പോ അത് ഒരാളല്ല എന്നോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതെന്റെ ഫാമിലിയിൽ ചോദിച്ചിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ് പലരും എന്നോട് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട് അതിന്റെ പേരിൽ. അതായത് ഞാൻ പ്രഗ്നന്റ് ആയതിന്റെ പേരിൽ എന്റെ ഫ്യൂച്ചർ പോകുന്നു പറഞ്ഞിട്ട് കുറെ ഫ്രണ്ട്സ് എന്നോട് മിണ്ടാതിരിക്കുന്നുണ്ട്. സകല ആൾക്കാരും എന്നോട് മെയിനായിട്ട് ചോദിക്കുന്നത് എന്തിനാ ഇത്ര പെട്ടെന്ന് കുട്ടിയായേ, എന്താ പ്രഗ്നന്റ് ആയേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെന്താണ് പറയുന്നത്? നീ പറ. അല്ല, ഞാൻ അവരോടൊക്കെ പറയണത് എന്താ, അവരോടൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവം തന്നു, സ്വീകരിച്ചു, അത്രേ ഉള്ളൂ. നമ്മള് ബേബി പ്ലാനിങ് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് പ്ലാനിങ് ആയിന്ന് ചോദിക്കുന്നുള്ളവരോട് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങ് ദൈവം തന്നു, നമ്മുടെ സമയം നമുക്ക് തന്നു, ഇതായി. അപ്പം നമ്മുടെ എല്ലാം, ചിലർക്ക് ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ഹാപ്പിയാണ് നമ്മള്. അതുകൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിന്റെ ലൈഫ് പോയില്ലേ, നിങ്ങളുടെ ലൈഫ് പോയെന്നാണ് പറയുന്നത്. എനിക്ക് ഇന്നേരം മനസ്സിലായിട്ടില്ല. നമ്മള് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫ് ഒന്നും അവിടെ പോകുന്നില്ല. ഒരു കല്യാണം കഴിഞ്ഞാലും പോകുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയാലും ഇനി ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ എന്നും എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിലും നമ്മൾ പഴയതുപോലെ തന്നെ ആയിരിക്കും. പിന്നെ അതിന്റെ പേരിൽ നമ്മുടെ ലൈഫ് ഒന്നും ഒരിക്കലും പോകുന്നില്ല. ആ മെന്റാലിറ്റി ആണ് എല്ലാവർക്കും നിർത്തേണ്ടത്.
പക്ഷെ നമ്മൾ ഇതേ സമയം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചോദിക്കുന്നത്, മുടങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് ആയാലും പ്രശ്നം ആയില്ലേലും പ്രശ്നം, അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ അതങ്ങനെ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എത്രയായി? അത് പറയുകയാണെങ്കിൽ വലിയ സ്റ്റോറിയാ. ഒരുത്തിന് ഹോസ്പിറ്റലിൽ കല്യാണം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടില്ലേ. ഈ ചാനല് അതായത് ഒരു കൊറോണയുടെ ടൈമിൽ തുടങ്ങിയതാ. അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വീഡിയോ ചെയ്തു. പക്ഷെ ആരും കണ്ടില്ല. എന്റെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മാക്സിമം എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 500 സബ്സ്ക്രൈബേഴ്സ് മാക്സിമം അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ കിടക്കാണ്. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും അതിന് ശേഷം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആരും കാണാത്തോണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ അന്ന് കുക്കിങ്, മേക്കപ്പ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇട്ടോണ്ടിരുന്നത്. പിന്നെ ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളെന്താ കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഉണ്ടായിരുന്നു, അല്ലെ, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് അതിനുവേണ്ടി പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ പാടെ. അങ്ങനെ തോന്നുന്നുണ്ട് വീഡിയോ ആ സമയത്താണ് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ മാസം തന്നെ, ഏകദേശം സെപ്റ്റംബർ ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. നല്ലതായിട്ട് അതിൽ എൻഗേജ് ആയി, റീച്ച് ഉണ്ടായി. അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം റീച്ച് ഉണ്ടായി. പിന്നെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ലോങ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നു, കമന്റിൽ കുറേ വന്നു. പിന്നെ ഞങ്ങൾ അതും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഒരു 6 മാസം 7 മാസം 6-7 മാസം കൊണ്ട് നമ്മള് വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ കുറെ ഗ്യാപ്പും വരുന്നുണ്ട്, കുറെ ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇരുന്ന ടൈമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിന്റെ ടൈമിൽ നമുക്ക് ഇടാൻ പറ്റാണ്ടായി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം നിന്റെ ജോബിന്റെ ഇഷ്യൂ കാരണം എന്താ ടൈം ഉണ്ടാവില്ല. അവൻ ഉണ്ടാവാത്തോണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നോമ്പിന്റെ സമയത്താണ് ഉണ്ടായത്. ആ ടൈമിൽ ഉണ്ടാവും. ആ സമയത്ത് കുറെ പേര് ചോദിച്ചു ജോലിയും കൂടി ഇല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ട്. ആ സമയത്തെങ്കിലും ഇവിടെ ഉണ്ടായല്ലോ എന്ന് ആലോചിച്ചു. അപ്പം അതുകൊണ്ട് പിന്നെ നോമ്പൊക്കെ അല്ലേ 30 ദിവസവും അടിപൊളി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ ലോങ് വീഡിയോസ് ഇല്ല, ഷോർട്സ് ഇടുന്നുണ്ട്. ജസ്റ്റ് നമ്മുടേതായ ഒരു എന്താ പറയാ നോമ്പിന്റെ ഇതും ഫുഡും അടിപൊളിയായിരുന്നു. ലോങ് വീഡിയോസ് നമ്മൾ ഇടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇരിക്കാനുള്ള ഇതിട്ടുന്നില്ല, ടൈം കിട്ടിയില്ല. നമ്മള് അതിന് ചില സമയത്തെല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത്ര 5:30-ക്കൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മള് ക്ഷീണിച്ചിടന്ന് ഉറങ്ങും. അങ്ങനെ ടയർഡാവുമല്ലോ നോമ്പും. പിന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീശ. ഇതിന്റെ ഇടയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ എഴുതി വെച്ചൊരു സെക്കൻഡ് പറഞ്ഞ എന്താ നോമ്പിന്റെ ആ ഒരു ടൈമിൽ ഞാൻ ഇട്ടില്ലേ, ആ ഒരു ടൈമിൽ ഞാൻ എടുത്തു വെച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിപ്പോഴാണ് ഇതാക്കുന്നത്. ഇപ്പൊ മീശ തടേക്ക് വന്നു. മീശയുടെ അടി ഒഴിവാക്കിയത് എന്തിനാണ്? ലുക്ക് മൊത്തത്തിൽ മാറിയത് എന്തിനായിരുന്നു? ഇപ്പൊ വന്നു കേട്ടോ. നോമ്പിന് മുമ്പ് നോമ്പിന് മുമ്പ് എല്ലാ വർഷവും ഉള്ളതാട്ടോ. നോമ്പിന് എല്ലാ വർഷവും ഇവൻ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് കഴിഞ്ഞ തവണ എന്തിനാ ഷേവ് ചെയ്തത്? അതെന്നോടുള്ള വാശിക്കാട്ടോ. ഇപ്രാവശ്യം ചെയ്ത് എന്തിനാ അത് പറഞ്ഞു. ഇപ്രാവശ്യം ഒരു പ്രൊമോഷൻ വീഡിയോ ഇതിലെടുത്തിട്ടുണ്ട്, അതിന് വേണ്ടിട്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചമ്മിപ്പോയ ഒരു നിമിഷം. കുറെ ആൾക്കാരുടെ മുന്നിൽ എനിക്കൊരു ഓർമ്മയുണ്ട്. അത് എന്റെ ഡോഗില്ലേ, എന്റെ ഡോഗിന്റെ കൂടെ ഞാൻ പുറത്തു പോയിട്ടുള്ള ഒരു സംഭവമാ. പക്ഷെ അതിവിടെ പറയാൻ പറ്റൂല. ചമ്മിയതല്ലേ, ചമ്മിയ കാരമല്ലേ. എനിക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു ഡോഗ് ഉണ്ടായിരുന്നു, ഷിറ്റ്സു. ഞാനപ്പോ അതിനെ കൊണ്ടിട്ട് പുറത്ത് കറങ്ങാൻ പോവായിരുന്നു. അങ്ങനെ ഇവിടെ എനിക്ക് മീൻസ്വേയിൽ പോയ സമയത്തായിരുന്നു. അന്ന് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് എനിക്കൊരു പണി തന്നു എന്റെ ഡോഗ്. അതായിരുന്നു കുറെ ആൾക്കാരുടെ മുന്നിൽ. അതെനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല കേട്ടോ, നാണക്കേടായിരിക്കും.
എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശമിന് പിന്നെ നമ്മള് പിന്നെ കുറച്ച് എല്ലാ കാര്യങ്ങളും ബുദ്ധിയും വിവരം വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മള് രണ്ടുപേരും ഒരുമിച്ച് പോയ ടൈമിലും അങ്ങനെ ചമ്മണ്ട ഒരു ഇവള് എന്റെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഇവള് കാരണമായിരിക്കും. എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പിന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അത് വേറെ കാര്യം. ഞാൻ വാർക്കാറില്ല കേട്ടാ, അപ്പൊ അറിയാം മണ്ടത്തരങ്ങൾ വാർക്കാറില്ല. ഒന്നുമില്ലല്ലേ, അങ്ങനെയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂട്യൂബ് തുടങ്ങാനുണ്ടായ സാഹചര്യം കാരണം എന്തുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയെന്നുള്ളതായിരിക്കും. അങ്ങനെ തുടങ്ങാനുള്ള കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമില്ല. ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത്? കല്യാണത്തിന് മുന്നേ നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ തന്നെ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അത് ശരി, അതല്ല, കല്യാണത്തിന് മുന്നേ നമുക്കൊരു നമ്മുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. കല്യാണത്തിന് മുന്നേ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനെല്ലാം മറന്നുപോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല. യൂട്യൂബ് തുടങ്ങണം, ചുമ്മാ നമ്മള് ട്രാവലിങ്, നമ്മുടെ ലൈഫ് വ്ലോഗ് കാര്യങ്ങളൊക്കെ നമ്മള് ഇടണം. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനർജി ആയിരുന്നല്ലേ. ആദ്യം എന്തുവായിരുന്നു, ഡെയിലി 2-3 വീഡിയോ ഇടാ, രാത്രിയൊക്കെ ഉറക്കൊളച്ചിരുന്ന് വീഡിയോ എടുക്ക, ഭയങ്കര ഇതായിരുന്നു. പിന്നെ എന്ത് പറ്റിന്ന് വെച്ചാല് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ നമ്മൾ വീഡിയോ ചുമ്മാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഇടും. പക്ഷെ ചുമ്മാതിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവളുടെ ഇങ്ങനെ എന്താണ് കുറെ ടയർഡ്നെസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് പിന്നെ കൂടുതലൊന്നും അങ്ങനെ ചെയ്യുന്നത്. 3-4 മാസം എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ്. ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ നോമ്പ് വന്നപ്പോ നമ്മൾ അങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. പിന്നെ ചോദ്യം ഉണ്ട്, എന്താ ഇപ്പൊ എന്താ ലൈവ് വരാത്തെ? ഇൻഷാല്ലാ ഇനി നമുക്ക് രാത്രിയിൽ ഇനി അങ്ങോട്ട് ലൈവ് തുടങ്ങാം. എപ്പോഴും ഡെയിലി ലൈവ് ചെയ്തോണ്ടിരുന്നു. കണ്ണൂരുള്ള ടൈമിലായിരുന്നു. കണ്ണൂരുള്ള ടൈമിൽ ഒരു പണിയില്ലായിരുന്നു, ചുമ്മാ നമ്മള് അത് തുടങ്ങാൻ അത് ലൈവ് വരാനുള്ള വേറൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മള് ആലപ്പുഴ കണ്ണൂരേക്ക് ട്രാവൽ ചെയ്യായിരുന്നു. ഇവിടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ലൈവ് വെക്കും. അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴ കിടന്ന് വണ്ടിയിൽ കയറി ഇരുന്ന പിന്നെ ഉറങ്ങിയ പിന്നെ എവിടെ എത്തിയെന്നോ ഒന്നും അറിയില്ല. എന്നിട്ടാണ് ലൈവ് തുടങ്ങി ലാസ്റ്റ് ഇതായത്. അല്ല, ഇത്തവണ പോയപ്പോഴേ ലൈവ് പോകാൻ പറഞ്ഞു. പക്ഷെ വയ്യായിരുന്നു. എങ്ങനെ പോയത് പൊന്നു ഉച്ചക്കായിരുന്നു, നല്ല ചൂടും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ പെരുന്നാളിന്റെ വെളുപ്പിനെ അന്ന് 1 മണി എങ്ങനെ ആയിരുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് ലൈവ് വരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ലൈവില് വന്ന ആൾക്കാരെയും വന്ന ഫ്രണ്ട്സിനെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈവില് ഒരുപാട് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാരെ കണ്ടിട്ടുമുണ്ട്, വന്ന് സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് വന്ന് നമ്മള് പുറത്തു പോകുന്ന സമയത്ത് നമ്മള് പരിചയപ്പെട്ടിട്ട് അല്ല നമ്മള് കണ്ട് വന്നിട്ട് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരെ കിട്ടും നമുക്ക്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നല്ലൊരു ഇതാണ് പറയാ, എന്താ പറയാ, ലൈവില് വന്നിട്ട് തന്നെ കുറച്ച് ഫാമിലിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ് ആണല്ലോ ഫാമിലി. ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നതെന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് എറണാകുളത്ത് കിൻഡറിലാണ് നമ്മള് കാണിക്കുന്നത്. ആദ്യം മുതലേ ഫസ്റ്റ് അറിയില്ലായിരുന്നല്ലോ, ബുദ്ധി അല്ല പനിക്ക് പോകുന്നത് EMC-യിലാണ്. ഞാൻ പനി വരുമ്പോ പോകുന്നത് EMC-യിലാണ്. അത് ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മള് EMC-യിൽ പോയി. അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലേ ഇങ്ങനെ കിൻഡർ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഉണ്ട്, ഇതിങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇന്ന ഡോക്ടർമാരെയാണ് കാണിക്കുന്നതെന്നുള്ള ഒരു വന്ന് അങ്ങനെ നമ്മള് ഫസ്റ്റ് സ്കാനിങ് മുതലുള്ള ഫുള്ള് ഇതുവരെ ഇന്ന് വരെ ഉള്ളതെല്ലാം നമ്മൾ കിൻഡറിൽ തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ഹോസ്പിറ്റലാണ്. നല്ല ചായയും ഭക്ഷണം കിട്ടുന്നുണ്ട്, AC ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെന്തായിരുന്നു, ഏകമാണോ താമസം? നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയാണ്, ഇവിടെ വേറെ ആരും ഇല്ല. ഫാമിലി വന്നു പോകും. ഇന്നലെ മിന്നാന്നും ഇവളുടെ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് എന്റെ ഉമ്മയും അപ്പയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതുകൊണ്ട് എല്ലാവരും ബിസിയാണ്, കൂട്ടത്തിൽ ഞങ്ങളും ബിസിയാണ്. ഞങ്ങളും പോകുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇപ്പൊ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടുള്ള ട്രാവൽ ചെയ്യാൻ ഒരു ഇതുള്ളതുകൊണ്ടാണ് പിന്നെ എങ്ങോട്ടും. എനിക്ക് ട്രാവൽ ചെയ്യരുത് എന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല, പക്ഷെ ട്രാവൽ ചെയ്താൽ ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ട്രാവൽ ചെയ്തു, അതിനെന്താ ട്രാവൽ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ കുത്തിയിരിക്കണമെന്നും പറയണില്ല, ഫുൾ എൻജോയ്മെന്റ് ചെയ്തോളാനൊക്കെ പറയണം. പക്ഷെ വെറുതെ പറയുന്നതാണ്. ഞാൻ ഡോക്ടറെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രാവൽ ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു. ചുമ്മാ കേട്ടോ. പക്ഷെ നമ്മള് ഇപ്പൊ കുറച്ച് ട്രാവലിങ് കുറച്ച് ചെയ്യുക. ഇപ്പം പെരുന്നാൾ കഴിഞ്ഞ പിന്നെ ഇപ്പൊ ട്രാവലിംഗ് ഒന്നും ഇല്ല. ഞാൻ ആക്കിയത് ഇനി ബേബി മോൺ മാത്രമേ പോകുന്നുള്ളൂ. അടുത്ത ചോദ്യം, എന്താണ് ഇക്ക എന്ന് വിളിക്കുന്നത്? അല്ല ശരി, സോറി, ഇക്ക എന്ന് വിളിക്കുന്നില്ലല്ലോ. എന്താണ് എടാ എന്ന് വിളിക്കുന്നതെന്ന് തെറ്റിപ്പോയതാ, തിരിച്ചായി പോയതാ. എന്താ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന പേര് വിളിക്കുന്ന എന്തിനാ? ഇപ്പൊ ഇങ്ങനെ വിളിക്കുന്ന എന്തിനാ? ഇക്കാന്ന് വിളിച്ചാൽ എന്താ? സ്നേഹത്തോട് കൂടി ഇക്കാന്ന് വിളിച്ചാൽ എന്നാലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. ഇക്കാന്ന് വിളിച്ചാലേ സ്നേഹം കൂടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് തീരെ താല്പര്യം. ഇക്കാന്ന് കേൾക്കുമ്പോ തന്നെ നല്ല എന്താ പറയാ, ഏജ് നല്ല പോലെ തോന്നിക്കും. ഒന്നാമത് ഇവളല്ല വിളിക്കും. ചില സമയത്തെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ഇക്കാന്ന് വിളിക്കാൻ എന്നെ കളിയാക്കും. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. കേൾക്കുമ്പോ തന്നെ. പിന്നെ എന്താ വിളിക്കേണ്ടത്? ഞാൻ ഷെഫീന്ന് വിളിക്കാറുണ്ട്, അതേ ഉള്ളു താല്പര്യം. പിന്നെ എടാ പോടാന്ന് വിളിക്കുന്നതിനാണ്. അതുകൊണ്ടൊന്നും എടാ പോടാ വിളിച്ചോണ്ടൊന്നും ഒരു സ്നേഹം കുറയാനൊന്നും പോകുന്നു. അതായത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷനിൽ ആണ് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഇല്ല. അതങ്ങനെ 2K ആയി, നീ ഇങ്ങനെ 2K ആയി. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ബേബിക്ക് സുഖമല്ലേ, എന്താണ് ബേബിനെ കുറിച്ച് ഇടാത്തത്? ബേബിനെ കുറിച്ച് ഇടാൻ എന്താ? ബേബിനെ കുറിച്ച് ഇടാൻ അല്ല, ടൈം ആവട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇതിൽ പറഞ്ഞല്ലോ ബേബി ഓക്കെ ആണ്, എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് എല്ലാം കൂടെ എടുത്ത് ഞാൻ വിറപ്പിക്കണമെന്ന് വെച്ചിട്ടാണ്. മാക്സിമം ഒരുപാട് പേര് പ്രഗ്നൻസിയുടെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞാനും കൂടി ഇട്ട് വിറപ്പിക്കണോ? ഇടാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയല്ല, അതല്ല, ഇടണമെന്ന് നിർബന്ധമാണ്, അല്ല ഇട്ടേ പറ്റൂ, അല്ല ഇടണം, അതിനെ പറ്റിയിട്ട് ഇടണം അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യും, നമുക്ക് അതിനെ പറ്റിയിട്ട് ആലോചിക്കാം. പിന്നെന്താ, ഡെയിലി പ്രഗ്നൻസി വീഡിയോസ് ഇടുന്ന സമയത്തെ കാണുന്നവർക്ക് മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലായിരിക്കും. മെയിൻ കാരണം ഞാൻ ഹോസ്പിറ്റലാവും. എന്തിട്ടാലും എന്ത് ഇതിന്റെ വീഡിയോ വേറെ കാര്യം, നമ്മൾ തമ്മിലുള്ള അല്ലാത്ത നോർമലി ലവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ, റൊമാൻറ്റിക് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഇടയിൽ കുറെ കമന്റും വരുന്നുണ്ട്. എന്താണ് എന്താ കൊഞ്ചുന്നേന്ന്, ഈ ചെക്കൻ എന്തിനാ ഇത്ര കൊഞ്ചുന്നേന്ന്? ഈ ചെക്കൻ എന്റെ അടുത്തല്ല, അതിന് വേറെ ആൾ പോയി കൊഞ്ചാനാ. നാട്ടുകാരോട് പോയാ അവിടുന്ന് അടി. അത് കൊഞ്ചാന്ന് വെച്ചാല് എങ്ങനെ കൊഞ്ചലെന്ന്, എന്താണ് കൊഞ്ചലെന്ന് പറയണേന്ന് മനസ്സിലായില്ല. വെച്ചാല് കൊഞ്ചാന്ന് പറഞ്ഞ കൊച്ചുള്ളായിരുന്നോളം ഇങ്ങനെ എന്താ പറയാ, അങ്ങനെയല്ലേ? അങ്ങനെ ഇത് പിന്നെ അങ്ങനെ ആയത് കൊണ്ടാണ് കൊഞ്ചേണ്ടി വരുന്നത്. ചെറിയ കുഞ്ഞിയുടെ കളിയാ. ഞങ്ങള് എന്തിനാ പറയണത്? അങ്ങനെയല്ല, നമ്മുടെ പ്രായം അതായതുകൊണ്ടാണ്. പ്രായം എല്ലാവരും വിചാരിക്കും ഇത്രയും പ്രായമായിട്ട് എന്തോ ഇങ്ങനെ സംസാരിക്കണമെന്നുള്ളത്. അതായത് നമ്മളെപ്പോഴും ചെറുപ്പത്തിലിരിക്കണം. നമ്മളെപ്പോഴും വലിയ മെച്യൂർഡായിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എങ്ങനെയാണോ അതുപോലെ അവൻ എങ്ങനെയാണോ, ഇവനെങ്ങനെ പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ അവൻ ഇപ്പോഴും. അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ എന്താണ് പിള്ളേരൊക്കെ ആയി, അതെല്ലാം മാറ്റണം. എന്തിനാണ് മാറ്റുന്നത്? നമ്മളായിട്ട് തന്നെ അത്രേ ഉള്ളൂ. അതിപ്പോ എന്താ ആര് പറഞ്ഞാലും മൈൻഡ് ചെയ്യാൻ. ഇപ്പൊ അടുത്ത കൊഞ്ചുന്നത് കുഞ്ഞിന്റെ അടുത്തായിരിക്കും. അത്രേ ഉള്ളു മാറ്റം അല്ലേ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇപ്പം ഒരുപാട് പേരും നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നത് ഏറ്റവും കൂടുതലും ചോദിക്കുന്നത് എത്ര മന്തായി എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. മാസം, പിന്നെ അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ എല്ലാവർക്കും അറിയാൻ താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോയിൽ പോലും എത്ര മാസമായി ജസ്റ്റ് റിവീൽ ചെയ്തതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട്. പിന്നെന്താ, അപ്പൊ നമ്മുടെ Q&A ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ തീർന്നല്ല, അവസാനിപ്പിച്ചു. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരുപാട് പേര് ഒരേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചേക്കുന്നത്. വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അടുത്ത Q&A നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ്, പ്ലേസ്, സ്ഥലം, ജോബ്, അല്ല വീട്ടുകാർ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പറഞ്ഞു മടുത്തതാ. വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പൊ നമ്മള് നെക്സ്റ്റ് Q&A വരുന്ന സമയത്ത് നമ്മൾ അതെല്ലാം നമ്മൾ കുറച്ച് ഫണ്ണി ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രസം ഉണ്ടാവില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ. ചോദ്യമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാരും ഒരേപോലത്തെ ചോദ്യങ്ങൾ ചോദിച്ചേക്കുന്നതുകൊണ്ട് ഇപ്പം എടുത്തെടുത്ത് വീണ്ടും ഒരേ തന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എന്താ കുറെ പേരുടെ മെസ്സേജ് നോക്കാൻ പറ്റാതെ ഇപ്പോഴും കിടപ്പുണ്ട്. കാരണം ഫേക്ക് അക്കൗണ്ട് ആണോ അതോ ഒറിജിനൽ അക്കൗണ്ട് ആണോ? ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജ് ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഫേക്ക് അക്കൗണ്ട് ഏതാണ് ഒറിജിനൽ അക്കൗണ്ട് ഏതാണെന്ന് അറിയാൻ പറ്റാത്തവരുടെ ഇതിൽ. പിന്നെ ഷെഫിക്ക് അയച്ചു കഴിഞ്ഞാൽ ഷെഫി നോക്കാറില്ല കേട്ടോ. ഷെഫി ഫോണേ നോക്കാറില്ല, ഇൻസ്റ്റാഗ്രാം ഒന്നും തുറന്നു നോക്കാറില്ല. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഷെഫിയുടെ ഇൻസ്റ്റാഗ്രാം എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പം എല്ലാരോടും ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ പറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ്, കുറെ ആൾക്കാരെ കാണാറുണ്ട്, വന്ന് സംസാരിക്കാറുണ്ട്. നമുക്ക് സന്തോഷം തന്നെയാണ് കേട്ടോ. ചിലർ വിചാരിക്കും, ചിലർ പറയാറുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ജാടയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുക്കാത്തതിന് ജാടയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജാടയുടെ അല്ല. ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തിന് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടെന്നുള്ള ഒരു ഓപ്ഷനല്ല ഞാൻ ഇൻസ്റ്റ കാണുന്നത്. അത് ഒരു ഇപ്പം യൂട്യൂബ് പോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താ വരുന്ന മെസ്സേജ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതിനുള്ള കമൻറ്റിന് റിപ്ലൈ എടുക്കുക, മെസ്സേജ് നോക്കാനുള്ള ഒരു ഇതിലിപ്പോൾ വെച്ചാൽ കുത്തിയിരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാന്ന് വെച്ചാൽ അത്രയും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താ കുറേ മെസ്സേജസ് ഇങ്ങനെ വന്ന് കിടക്കുമല്ലോ, അപ്പം നമുക്കത് ഫേക്ക് അല്ല എന്ന് മനസ്സിലാവും. ചില ഫേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ ഇതൊന്നും ഇല്ല, പ്രൊഫൈലൊന്നും ഇല്ല, അങ്ങനെ വരുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പം ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെന്താ അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ എന്താ അപ്പൊ ഇനി എന്താ ഉള്ളത്? ഇത്രയൊക്കെ ഉള്ളു. അപ്പം ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. നിങ്ങളെ നിരന്തരം എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തിട്ട് തെറി വിളിക്കുക. തെറി മാത്രം വിളിക്കില്ല, നല്ലത് പറയാ ചീത്ത പറയാ എന്ത് ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടാല് നല്ലത് പറയാം, ചീത്ത പറയാം, അങ്ങനെയല്ല. ഇഷ്ടപ്പെട്ടാല് നല്ലത് പറയാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺഫോളോ അടിച്ചു പോവാ. അത്രേ ഉള്ളൂ. വീണ്ടും കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ നെഗറ്റീവ് എടുപ്പിക്കാൻ നിൽക്കരുത്. അത്രേ ഉള്ളൂ. അപ്പം എന്താ ബൈ.